ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ വരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ 6 മണിക്ക് തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങി. ഇത് അറിഞ്ഞതുകൊണ്ട് തന്നെ 6 മണിയോടെ തന്നെ ഞാൻ തിയേറ്ററുകളിലെത്തി. തിയേറ്ററുകളിൽ നിറയെ ഫാൻസായിരുന്നു. 6 മണിക്കുള്ള ഷോ ഫാൻസിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. അപ്പോൾ ഫാൻസുകാർ ചെണ്ടമേളം മറ്റ് വാദ്യങ്ങളുമായിട്ട് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മോഹൻലാലിനെ ജയ് വിളിച്ച് അങ്ങനെയാണ് ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്ത് തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ ആനയിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ കുറച്ച് പേര് ഈ 6 മണിയുടെ ടിക്കറ്റിന് കിട്ടുമെന്ന് വിചാരിച്ച് വന്നെങ്കിലും ഫാൻസുകാർക്ക് മാത്രമായിരുന്നു അവിടെ പ്രവേശനം. ഞങ്ങൾ പിന്നീട് 10 മണിക്കുള്ള ഷോ കാണാനാണ് പോയത്. ഷോ കാണാൻ പോകുന്ന ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയണം. കാരണം ഫാൻസുകാർക്ക് ഈ സിനിമ കണ്ടതിന് ശേഷമേ എന്താണ് ഈ സിനിമ. കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ക്ലാസിക് സിനിമയുടെ ആളാണ്, അവാർഡ് സിനിമകളുടെ ആളാണ്, നല്ല സിനിമയുടെ ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തിയേറ്ററിൽ ബമ്പർ കളക്ഷൻ നേടുന്നവയല്ല. മോഹൻലാൽ കൂടി ഉൾപ്പെട്ടതുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു MGR സ്റ്റൈലുള്ള പഴയ പേരുള്ള സിനിമ ആയതുകൊണ്ട് ഇതൊരു വേറെ തരത്തിലാവുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണേണ്ടി വരും. ഫാൻസുകാർ സിനിമ കണ്ട് പുറത്തിറങ്ങി. എങ്ങനെയുണ്ട് ഞാൻ ചോദിച്ചു. നല്ല സിനിമ, അത് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ഈ സിനിമ കാണാൻ തന്നെ തീരുമാനിച്ചു. തിയേറ്ററിൽ കാണാൻ കയറി. ഒരു തുടക്കം കണ്ടിഷ്ടമായി ശരിക്കും. കാരണം കാവാലം നാരായണ പണിക്കരുടെ നാടക ട്രൂപ്പുണ്ട്, കാവാലം നാടകം, തിരുവരങ്ങ് നാടകം എഴുതിയിട്ട്. അപ്പം ആ നാടകം കാണുന്ന സ്റ്റൈലിലേക്കാണ് ഈ സിനിമയുടെ പോക്കും തോന്നി. കാരണം നാടൻ പാട്ടുകളുണ്ട്, നാടൻ കഥയുണ്ട്, സ്ഥല കാലങ്ങളൊന്നുമില്ല ഇതിന്. ഇന്ന രാജ്യത്ത് നടക്കുന്ന കഥയാണെന്നില്ല, എവിടെയും നടക്കാവുന്നൊരു കഥ. അതാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. എവിടെയും നടക്കാവുന്ന ഒരു കഥ, എവിടെയും അടിമയും യജമാനും ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പം അടിമയും യജമാനും ഇല്ലാത്തൊരു രാജ്യത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഏത് നാട്ടിലും നടക്കാവുന്നൊരു കഥ. അതിന് നാടൻ പാട്ടുകളുടെ ഈണം കൊടുക്കുന്നു, ഈ മുത്തശ്ശിക്കഥയുടെ ചായ്വ് കൊടുക്കുന്നു. അങ്ങനെ നമുക്കൊരു വളരെ ലളിതമായി പറഞ്ഞു പോകുന്ന തരത്തിലേക്കാണ് ഈ സിനിമ നമ്മൾ തുടക്കമിട്ടത്. പക്ഷേ ഈ സിനിമ തുടങ്ങിയപ്പോൾ ഇതൊരു മോഹൻലാൽ സിനിമയാണോ എന്ന് സംശയം എനിക്കുണ്ടായി. കാരണം ഇതൊരു സംവിധായകൻ്റെ അതിപ്രതിഭ നിറഞ്ഞൊരു സിനിമയുടെ തുടക്കമായിട്ടാണ് നമുക്ക് തോന്നിയത്. ആ സിനിമ കണ്ടു. പലർക്കും പല അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷെ ഒന്നൊന്നാത്ര നല്ല സിനിമ എന്നുള്ള അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും. ഞങ്ങൾ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫ് കിടിലം എന്ന് പറയാതെ പറ്റില്ല. ഫസ്റ്റ് ഹാഫിന് ചില ഇഴച്ചിലുകളുണ്ടായിരുന്നു. ഇഴച്ചിലുകളുണ്ടായെങ്കിലും പക്ഷെ കഥ വ്യക്തമായിട്ടും ആൾക്കാർക്ക് അറിയില്ല. കഥ ഇല്ല എന്നാണല്ലോ പറയുന്നത്, വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അത് സെക്കൻഡ് ഹാഫ് അതിഗംഭീരമായിട്ട് ഞാൻ തുടങ്ങിയത്. അവർ ലാഗില്ലാതെ തന്നെ തുടങ്ങി. അതായത് നമ്മൾ ത്രസിപ്പിക്കുന്ന സിനിമ ആ ഫസ്റ്റ് ഹാഫ് കണ്ടതിൻ്റെ എന്തെങ്കിലും ഒരു പതർച്ച അല്ലെങ്കിൽ ഒരു നിരുത്സാഹം നമ്മളിലുണ്ടെങ്കിൽ അത് മാറ്റി കിട്ടുന്ന തരത്തിലായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങിയെന്നായിരിക്കണം. സെക്കൻഡ് ഹാഫ് തുടങ്ങി പിന്നെ അത് പിടിച്ചു നിർത്താവുന്ന, അതായത് ലാഗില്ലാതെ ഇങ്ങനെ ത്രില്ലടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അവിടെ ഈ സിനിമ നമ്മൾ കാണുമ്പോൾ അതിഗംഭീരമായി എടുത്തിരിക്കുന്നു എന്ന് പറയാതെ പറ്റില്ല. അത് ഒരു സംവിധായക പ്രതിഭ തന്നെയാണ് ഈ സിനിമയുടെ ടോട്ടാലിറ്റി. മോഹൻലാൽ തൻ്റെ റോള്, അതായത് ത്യാഗം സഹിക്കുക, കഷ്ടപ്പെട്ടു എന്ന് പറയില്ലേ, അങ്ങനെ കഷ്ടപ്പെട്ടൊരു പ്രസ്റ്റീജ് കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. ഇതിൽ പറയത്തക്ക വലിയ പേരുള്ള ആർട്ടിസ്റ്റുകളൊന്നുമില്ല. മലയാളത്തിൽ ഇത്തിരി പേരുള്ള പിന്നെ ഹരീഷ് പേരടി മാത്രമാണ് എന്നാലോചിക്കണം. എന്നാൽ ജനക്കൂട്ടം, ധാരാളം ജനങ്ങളുണ്ട്. ഇത് കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ ഷൂട്ട് ചെയ്യാതെ മാത്രമല്ല, അതിനൊരു പ്രത്യേക അന്തരീക്ഷമാണെന്ന് ആലോചിക്കണം. പക്ഷേ ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം
ആ കഥാപാത്രത്തിൻ്റെ പുറകിൽ എടുത്തു വളർത്തിയ അച്ഛനായി ഹരീഷ ഉണ്ടായിരുന്നത്. ഈ കഥയുടെ പോക്കിൽ ഒരു ഘട്ടത്തിൽ ഇത് കർണൻ എന്നുള്ള കഥാപാത്രമല്ലേ മോഹൻലാലിൻ്റെ ഈ വാലിബൻ എന്ന് സംശയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. കാരണം കർണനെ ഒരു പുഴയിൽ നിന്ന് പേടകത്തിൽ നിന്ന് എടുത്ത് വളർത്തി വലുതാക്കിയാണത് വരെ. പിന്നെ വീട്ടുകാർ എതിരാവേണ്ടി വന്ന അവസ്ഥ. ഇവിടെയും അങ്ങനെ അവസ്ഥയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അച്ഛനില്ല, അമ്മയില്ലാതെ വളർത്തി ഈ പിന്നെ എല്ലാ ആയുധ മുറകളും പഠിപ്പിച്ച് വിജയശ്രീ ലാളിതാക്കി കൊണ്ടുവന്ന ഒരു കഥ. പിന്നെ സസ്പെൻസാണ്. പിന്നെ പിന്നെ അതിൻ്റെ ഇരിക്കുന്ന പോകുന്നില്ല നമ്മൾ. അങ്ങനെയുള്ള ഈ കഥാപാത്രത്തെ ഈ കഥയെ ചിലർക്ക് ഇഷ്ടക്കേടുണ്ടായ സത്യമാണ്. അത് നമ്മൾ പറയാതെ പറ്റില്ല. എല്ലാ സിനിമയും എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് ചിലർ പറഞ്ഞു വെക്കുമായിട്ട് ഞാനിത് നേര് കണ്ട് മോഹൻലാലിൻ്റെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു നിലവാരത്തിലേക്ക്, അതിന് വേറെ തലത്തിലേക്ക് ഈ സംവിധായകൻ വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ സംവിധായകൻ്റെ സ്റ്റൈലിൽ തന്നെയാണ്, അതായത് ഇൻ്റർനാഷണൽ അവാർഡുകളടക്കം നേടാവുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ കൊണ്ടുപോയിട്ടുള്ളതെന്ന് ആലോചിക്കണം. ആ രീതി അതിലൊരു കോംപ്രമൈസും ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു കോംപ്രമൈസും ഉണ്ടായിട്ടില്ല എന്നാലോചിക്കണം. അത് നമുക്കൊരു പക്ഷേ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സംവിധാനയെയും മറ്റു ടെക്നീഷ്യന്മാരെയും കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കാൻ തോന്നും. അപ്പോൾ ചോദിക്കും മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം മുതൽ അവസാനം വരെ മോഹൻലാൽ തന്നെയായിരുന്നു ആലോചിക്കണം. അത് ഫിലിം ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന പോലെ തന്നെ കൂട്ടത്തിൽ ഫിലിം ബൈ മോഹൻലാൽ എന്ന് പറയാം, ഒരു സംശയവും വേണ്ട. ആ സംശയം നമ്മൾ ഈ പടം കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുന്നുണ്ട്. ഈ സിനിമയ്ക്ക് 2 മണിക്കൂർ 40 മിനിറ്റ് എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല ശരിക്ക്. കാരണം ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് വേണമെങ്കിൽ, അത് എൻ്റെ ഒരു അഭിപ്രായമാണത്. ഞാൻ ഈ സിനിമ കണ്ട പ്രേക്ഷകൻ എന്നുള്ളൊരു അഭിപ്രായമാണ്. ആ സിനിമ കണ്ട് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ സംവിധായകൻ്റെ ഇഷ്ടാനുസരണം ഇരുന്ന് വീണ്ടും കാണണം. വീണ്ടും കണ്ടിട്ട് എഡിറ്റ് ചെയ്താൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ത്രില്ലടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നു ശരിക്കും ഇവിടെ. ആ ഡ്രാമ കൂടുതൽ വേണോ? അവിടെയും കുറച്ച് കാര്യം പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ പിന്നെ യഥാർത്ഥ സംഭവം കഴിഞ്ഞ് ക്ലൈമാക്സ് ഓക്കെ കേട്ടോ, ക്ലൈമാക്സിൻ്റെ ഒരു മൈനസ് പോയിന്റ് നമ്മൾ പറയുന്നില്ല. ആ ക്ലൈമാക്സിൽ എത്തുന്നതിന് മുമ്പ് കുറച്ച് ലാഗ് സാധനങ്ങൾ നമുക്കതിലുണ്ട്. അതുകൂടി കളഞ്ഞാലുണ്ടല്ലോ ഈ പടം ഇങ്ങനെ പടക്കം പൊട്ടിക്കണ പോലെ പടപടപടാന്ന് പോയി എന്നൊരു സംശയമില്ല. അത് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രേക്ഷകരോട് നമ്മൾ ഇന്ന് ഒരു കാര്യം എനിക്ക് അത് ഇഷ്ടപ്പെട്ട് തോന്നിയത്, ഇത് ഫാൻസിന് മുഴുവൻ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ആവരുത് എന്നാണ് സിനിമയുടെ പക്ഷം. ഫാൻസിന് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരിക്കരുത് ഇവിടെ എടുക്കേണ്ടത്. ഫാൻസിനെ ഇഷ്ടപ്പെടുത്താവുന്ന തലത്തിലേക്ക് സിനിമകൾ വരുത്തണം. കാരണം നേര് വരുമ്പോൾ ഫാൻസ് ഉണ്ടായിരുന്നില്ല, അത് ഹിറ്റായി. അതുപോലെ ഇത് പ്രേക്ഷകർ കാണണം. പ്രേക്ഷകർ കണ്ട് ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണിത്. നമ്മളെന്നും കുടുംബ കഥകൾ മാത്രം കണ്ടാൽ പോരാ, ഇത്തരം സിനിമകൾ കണ്ടുകൊണ്ട് അത്തരം സിനിമകളുടെ ആസ്വാദന ശൈലിയിലേക്ക് പ്രേക്ഷകരെയും ഫാൻസുകാരെയും വരുത്തണം. തീർച്ചയായിട്ടും ഈ സിനിമ അംഗീകാരം നേടേണ്ടതാണ്. ഈ സിനിമ പ്രേക്ഷകർ കാണേണ്ടതാണ്. ഇതൊരു ക്ലാസിക് തലത്തിലേക്ക് വളർന്നു എന്നുള്ള സത്യം തന്നെ വളർന്നു എന്നുള്ളതല്ല, ഇതൊരു ക്ലാസിക് സിനിമയാണ്. അതിന് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഒരാളെ ഷിബു ബേബിയണ്ണും മോഹൻലാലിനും ലിജോ പെല്ലിശ്ശേരിക്കും സെഞ്ചുറി കൊച്ചുമോൻ അടക്കമുള്ളവർക്ക് അഭിമാനിക്കാം.